ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ മലയാളം മീഡിയംകാർക്ക് കൂടെ വേണ്ടിയിട്ട് മലയാളം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇനി മുതൽ ക്ലാസ് എടുക്കുന്നത്. In the previous class we have discussed about the structure and functions of neurons and how the myelin sheath is formed from oligodendrocytes and Schwann cells. That is, myelin sheath in the brain and the spinal cord is formed of oligodendrocytes, and myelin sheath in the nerve is formed from Schwann cells. These Schwann cells repeatedly coiled the axon to form myelin sheath. Today we are going to study about the impulses, how they are generated and how they are transmitted. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവേഗങ്ങളെ കുറിച്ചിട്ടാണ്. നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ ആവേഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ആവേഗങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും അവ എങ്ങനെ പ്രേഷണം ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ നാഡീവ്യവസ്ഥയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും നടത്തുന്നതെന്ന് നാം കണ്ടു. ഈ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കാൻ നാഡീവ്യവസ്ഥ സന്ദേശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളെയാണ് നമ്മൾ ആവേഗങ്ങൾ എന്ന് വിളിക്കുന്നത്. Here we can see a figure in which we can see how the impulses are generated and how they are transmitted. Here is a picture of a plasma membrane of a neuron. We can see positively charged and negatively charged ions are arranged in both sides of this plasma membrane. These ions are arranged in a special way, that is in a different way. As we can see, the positively charged ions are on the outer surface and the negatively charged ions are in the inner surface of the plasma membrane. While resting of a neuron, this is the condition of ions. Why it is so? Why we can see this difference? It is due to the difference in the distribution of certain ions. What do you mean by ions? As you have studied in your 9th standard chemistry chapters, ions are charged atoms or molecules like sodium ions, potassium ions, magnesium ions, etc. അതായത് ഒരു ന്യൂറോണിൻ്റെ കോശസ്തരത്തിന് അകത്തും പുറത്തും ചാർജുള്ള അയോണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ കോശസ്തരത്തിന് പുറത്തും നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ കോശസ്തരത്തിന് അകത്തും കാണാൻ സാധിക്കും. ഈ വ്യത്യാസം ഉണ്ടാവാൻ എന്താവാൻ കാരണം? അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഈ ചാർജ് വ്യതിയാനത്തിന് കാരണം. സാധാരണ ന്യൂറോൺ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു അവസ്ഥയിലാണ് ചാർജുള്ള അയോണുകൾ ഉണ്ടായിരിക്കുക. പ്ലാസ്മ സ്തരത്തിന് അകത്തും പുറത്തും ഈ രീതിയിൽ വ്യത്യസ്ത ചാർജുകളുള്ള അയോണുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. കോശസ്തരത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് സാധാരണ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു ചിത്രമാണ് ചിത്രം 1.2a കാണിച്ചിരിക്കുന്നത്. ഇതിന് കാരണം ഈ അകത്ത് നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും ആയിരിക്കാൻ കാരണം ചില പ്രത്യേക അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. അതായത് പ്ലാസ്മ സ്തരത്തിൽ പ്രധാനമായിട്ടും സോഡിയം അയോണും പൊട്ടാസ്യം അയോണുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവയുടെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വിന്യാസത്തിലുള്ള ക്രമീകരണത്തിലുള്ള വ്യത്യാസമാണ് ഈ ചാർജ് വ്യതിയാനത്തിന് കാരണമായിരിക്കുന്നത്. ചിത്രം 1.2bയിൽ കാണാൻ നമുക്ക് അവിടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ മാറ്റത്തിന് അവിടെ മുകളിൽ തന്നെ അതിന് കാരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഉദ്ദീപനം ആ ഭാഗത്ത് ഏറ്റിട്ടുണ്ട്. ആ ഭാഗത്തേറ്റ ഉദ്ദീപനത്തിനനുസരിച്ച് അവിടെ ആ ഉദ്ദീപനമേറ്റ പ്രത്യേക ഭാഗത്ത് ഒരു ചാർജ് വ്യതിയാനം സംഭവിക്കുന്നു. അതായത് അവിടെ കോശസ്തരത്തിന് പുറത്ത് നെഗറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് ചാർജുമായി മാറിയിരിക്കുന്നു. ഈ ചാർജ് വ്യതിയാനം കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. വളരെ നൈമിഷികമായി സംഭവിക്കുന്ന ഈ മാറ്റം തൊട്ടടുത്ത ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. തൊട്ടടുത്ത ഭാഗത്തേക്ക് വ്യാപിക്കുമ്പോൾ ആ പഴയ ഭാഗം അതേപോലെ, അതായത് അതിൻ്റെ മുൻപ് എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിൽ തന്നെ ചാർജ് വ്യതിയാനം ആ ഭാഗത്തുണ്ടാക്കുന്നു. അങ്ങനെ ഈ പ്രക്രിയ തുടരുകയും അതൊരു വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ നാഡീയ ആവേഗങ്ങൾ എന്ന് വിളിക്കുന്നത്.
the first figure we can see the outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. This charge difference is due to the difference in the distribution of certain ions like sodium and potassium mainly. When a stimulus occurs, that we can see in next figure, it is 1.2b, the stimulus occurs at a particular part of a neuron, then the distribution of ions in that region changes. And we can see the inner surface becomes positively charged and the outer surface becomes negatively charged in that particular part. This change is only momentary and which will be stimulates its adjacent parts or nearby parts, and similar changes occur there too. This charge deviation passes from place to place. As this process proceeds and this process continues, the impulses get transmitted as electric charges. These messages, that is the nervous messages, are known as impulses and they transmitted through the neurons. We have already discussed about the formation or generation of impulses and how they are transmitted. Then we have some assignments. ഒന്നാമത്തെ അസൈൻമെൻറ്റ് പ്ലാസ്മ സ്ഥലത്തിന് ഇരുവശത്തുമുള്ള ചാർജുകൾ. 2. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ചാർജുകൾക്കുണ്ടാകുന്ന മാറ്റം. 3. നാഡീയ ആവേഗങ്ങൾ പ്രേഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെ? First assignment, charges on either side of the plasma membrane, change in the charges of ions when stimulated. Then third one, how the impulses are transmitted.